ഹായ് എവ്രിവൺ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കേണ്ട എക്സലിലെ കുറച്ച് ഷോർട്ട് കട്ട് കീസ് ആണ്. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കാം നമ്മൾ എന്തിനാണ് ഈ ഷോർട്ട് കട്ട് കീസ് ഒക്കെ അറിയുന്നതെന്ന് അല്ലേ? കാരണം നമ്മൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും മൗസും കീബോർഡും ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട രീതിയിലേക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഈ ഷോർട്ട് കട്ട് കീസ്? പക്ഷേ അത് അങ്ങനെയല്ല. നമ്മൾ ചെയ്യുന്നത്, അതായത് നമ്മൾ ഇപ്പോൾ ഒരു വർക്ക് ചെയ്യുന്നത് ഓഫീസിൽ നിന്നൊക്കെ ആണെങ്കിൽ മറ്റു പലരുടെയും മുന്നിൽ നിന്നായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുക. നമ്മൾ ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും നമ്മൾ എത്രത്തോളം ആ കാര്യങ്ങളിൽ എക്സ്പേർട്ട് ആണെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഒരു ഷോർട്ട് കട്ട് യൂസ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം എക്സ്പേർട്ട് ആണ് എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഷോർട്ട് കട്ട് കീസ്, നിങ്ങൾക്ക് അത്യാവശ്യം ഫ്രണ്ട്സിൻ്റെ ഒക്കെ മുന്നിൽ ഷൈൻ ചെയ്യാൻ പറ്റിയ ഷോർട്ട് കട്ട് കീസാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാവിഗേഷൻ ഷോർട്ട് കട്ട് കീസ് ആണ്. ഇതെന്തായാലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഷോർട്ട് കട്ട് കീസ് തന്നെയാണ്, പ്രത്യേകിച്ച് വലിയ ഡാറ്റയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നവർ. ഫോർ എക്സാമ്പിൾ, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു വലിയ ഡാറ്റ തന്നെയാണുള്ളത്. ഇതിൻ്റെ അങ്ങേ എൻഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാനിതാ ഇങ്ങനെ മൗസ് സ്ക്രോൾ ചെയ്ത് പോകണം. എന്നാലും ഞാനിവിടെ എൻഡിലേക്ക് എത്തിയില്ല അല്ലേ? അതേപോലെ തന്നെ റൈറ്റ് സൈഡിലേക്ക് പോകണമെങ്കിലും ഇങ്ങനെ പോകണം അല്ലേ? അപ്പോൾ അതിന് പകരം നമുക്കിതിൻ്റെ എൻഡൊക്കെ ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് പോകുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഡാറ്റയുടെ എൻഡിലേക്കാണ് എനിക്ക് എത്തേണ്ടതെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? കൺട്രോൾ കീയും ഡൗൺ ആരോവും കൂടി ഒന്നിച്ച് പ്രസ് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് ഏറ്റവും ലാസ്റ്റ് സെല്ലിലേക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത്, കൺട്രോൾ ഡൗൺ ആരോ. അത് മാത്രമല്ല, ഇനിയിപ്പോൾ നമുക്ക് മേലേക്കാണ് പോകേണ്ടതെങ്കിൽ കൺട്രോൾ കീയും അപ്പ് ആരോവും കൂടി ഒന്നിച്ച് പ്രസ് ചെയ്യുക. കണ്ടോ, ഏറ്റവും ടോപ്പിലേക്ക് എത്തി. അതുപോലെ റൈറ്റ് സൈഡിലേക്ക് പോകണമെങ്കിൽ കൺട്രോൾ കീയും റൈറ്റ് ആരോവും കൂടി ഒന്നിച്ച് പ്രസ് ചെയ്യുക. ഇനി ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിൽ കൺട്രോൾ കീയും ലെഫ്റ്റ് ആരോവും കൂടി ഒന്നിച്ച് പ്രസ് ചെയ്യുക. കണ്ടല്ലോ, അപ്പോൾ ഇതാണ് നമ്മുടെ നാവിഗേഷൻ ഷോർട്ട് കട്ട് കീസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു അടിപൊളി ട്രിക്കാണ്. ഇവിടെ സീരിയൽ നമ്പർ, നെയിം, ഡിപ്പാർട്ട്മെൻറ്റ്, ജെൻഡർ, മന്ത്ലി സാലറി, സ്റ്റാറ്റസ് ഇതൊക്കെ നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഞാൻ 21ാമതായിട്ട് വേറൊരാളെ കൂടെ ചേർക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, 21 എന്നെഴുതി മിയ എന്നുള്ളൊരു പേരാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. ടാപ്പ് കീ പ്രസ് ചെയ്തു. ഇനി അടുത്ത കോളത്തിലേക്ക് ഡിപ്പാർട്ട്മെൻ്റ് ആണ് എനിക്ക് വരേണ്ടത് അല്ലേ? അത് ടൈപ്പ് ചെയ്യുന്നതിന് പകരം ഓൾട്ട് കീയും ഡൗൺ ആരോവും കൂടി ഒന്നിച്ച് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്ര നേരവും ടൈപ്പ് ചെയ്തിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് മിയ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. കണ്ടല്ലോ, അപ്പോൾ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് പോലെ എൻ്റർ ചെയ്യാൻ പറ്റിയ സംഭവമാണ് അല്ലേ? കിടിലൻ സംഭവം അല്ലേ? ഇനി അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു സെല്ലും ചെയ്യാവുന്നതാണ്. ഓൾട്ടും ഡൗൺ ആരോവും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെൽസിലേക്ക്, അതായത് ഈ ഒരു കോളത്തിലേക്ക് നമ്മൾ എന്തൊക്കെ എൻ്റർ ചെയ്തിട്ടുണ്ടോ അതൊക്കെ നമുക്കിവിടെ ലിസ്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു മെത്തേഡിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇനി അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മാജിക് ട്രിക്കാണ്. അതായത് നമുക്കിപ്പോൾ ഷോർട്ട് കട്ട് കീസ് ഒന്നും തന്നെ അറിയില്ലെങ്കിലും നമുക്കത് അറിയാനുള്ള ഒരു ഈസി മെത്തേഡാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതായത് നമ്മുടെ കീബോർഡിൽ ഓൾട്ട് കീ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഓൾട്ട് കീ പ്രസ് ചെയ്ത ഉടനെ തന്നെ നമ്മുടെ എല്ലാ ഷോർട്ട് കട്ട് കീസും ഇവിടെ ആക്റ്റീവായി വന്നിട്ടുണ്ട്. ഇപ്പോൾ സപ്പോസ് എനിക്കിവിടെ ഒരു പിവറ്റ് ടേബിൾ ഇൻസേർട്ട് ചെയ്യണമെന്ന് ഇരിക്കട്ടെ. ഇൻസേർട്ട് ടാബിലാണ് പിവറ്റ് ടേബിൾ ഉള്ളതെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ ഇൻസേർട്ട് ടാബിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് N ആണ്. ആ N ഒന്ന് കീബോർഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഉടനെ തന്നെ നമ്മൾ ഇൻസേർട്ട് ടാബിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ പിവറ്റ് ടേബിളിൻ്റെ താഴെ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ട് V എന്നാണ് പിവറ്റ് ടേബിളിൻ്റെ ഷോർട്ട് കട്ട്. സോ ഞാൻ ഇപ്പോൾ V പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഷോർട്ട് കട്ട് അറിയില്ലെങ്കിലും ഈ ഒരു ഓൾട്ട് കീ പ്രസ് ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് നമ്മുടെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് കൺട്രോൾ H ആണ്. അതായത് സപ്പോസ് നമ്മുടെ ഈ ഒരു എക്സാമ്പിളിൽ സ്റ്റാറ്റസിൽ കോൺട്രാക്റ്റ് മാറ്റിയിട്ട് ഹവേർലി ആക്കണം എന്നിരിക്കട്ടെ. എല്ലാ കോൺട്രാക്റ്റും മാറ്റണം. ഓക്കെ, എന്നിട്ട് ഹവേർലി ആക്കണം. അപ്പോൾ ഒരു വലിയ ലിസ്റ്റൊക്കെ ആണെങ്കിൽ നമ്മൾ വീണ്ടും അത് ബാക്ക് സ്പേസ് അടിച്ച് റിമൂവ് ചെയ്ത് അവിടെ അതിന് പകരം ഹവേർലി എന്നൊക്കെ ടൈപ്പ് ചെയ്യുന്നതിന് പകരം എന്താണ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മളിവിടെ ഈ ഒരു ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് വെച്ചതിന് ശേഷം കൺട്രോൾ H എടുക്കുകയാണ്. കൺട്രോൾ H എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഫൈൻഡ് വാട്ട്, എന്താണ് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടത്? കോൺട്രാക്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. കോൺട്രാക്റ്റ് റീപ്ലേസ് ചെയ്തിട്ട് എനിക്ക് എന്താണ് വേണ്ടത്? ഹവേർലി എന്നാക്കണം അല്ലേ? അപ്പോൾ അതും കൂടി ഞാനൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ദെൻ റീപ്ലേസ് ഓൾ എന്നുള്ളത് കൊടുക്കുകയാണ്. ഓൾ ഡൺ, വി മെയ്ഡ് 3 റീപ്ലേസ്മെൻറ്റ്സ്. ഇപ്പോൾ നമ്മുടെ കോൺട്രാക്റ്റ് ഒക്കെ മാറിയിട്ട് എന്തായിട്ടുണ്ടാവും? ഹവേർലി ആയിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, ഈ ലിസ്റ്റിൽ ഇപ്പോൾ ഹവേർലി മാത്രമേ ഉള്ളൂ. മീൻസ് കോൺട്രാക്റ്റ് ഇല്ല, ഹവേർലി മാത്രമേ ഉള്ളൂ. കണ്ടല്ലോ,
അപ്പോൾ ഇങ്ങനെ ഒരു വലിയ ലിസ്റ്റൊക്കെ നമുക്ക് എന്തെങ്കിലും ഒന്ന് റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെയും എന്ത് യൂസ് ചെയ്താൽ മതി? CTRL H യൂസ് ചെയ്താൽ മതി. അപ്പോൾ റീപ്ലേസിനുള്ള ഷോർട്ട് കട്ടാണ് CTRL H എന്ന് പറയുന്നത്. ഇനി അടുത്ത നമ്മുടെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് ഓട്ടോ ഫോർമാറ്റിംഗ് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ABC ലിസ്റ്റ് ഓഫ് എംപ്ലോയീസിന് നമ്മൾ ഒരു ഫോർമാറ്റിങ്ങോ അപ്ലൈ ചെയ്തിട്ടില്ല അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു ടേബിളിന് നമുക്കൊരു ഫോർമാറ്റിംഗ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഡാറ്റയിലൊന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചതിന് ശേഷം Alt-OA എന്ന് ഒന്നിച്ച് പ്രസ് ചെയ്യുക. Alt-OA പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഓട്ടോ ഫോർമാറ്റിനുള്ള ഓപ്ഷനാണ് കിട്ടുക. ഇതിൽ നിന്ന് ഇഷ്ടമുള്ള ഒരു ഫോർമാറ്റിംഗ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു ഫോർമാറ്റിംഗ് ആണ് എടുക്കുന്നതെങ്കിൽ അത് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, നമ്മുടെ ഡാറ്റയ്ക്ക് ആ ഒരു ഫോർമാറ്റിംഗ് അപ്ലൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷോർട്ട് കട്ട് കീ Alt-OA. അപ്പോൾ വളരെ ക്വിക്കായിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു ഫോർമാറ്റിംഗ് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ പറയാൻ പോകുന്നത് ഇൻബിൽറ്റ് യൂസർ ഫോമിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ്. Alt-DO ആണ് ഇൻബിൽറ്റ് യൂസർ ഫോമിൻ്റെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത്. Alt കീയും Dയും Oയും കൂടി ഒന്നിച്ച് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാ നമ്മുടെ ഇൻബിൽറ്റ് യൂസർ ഫോം ഇവിടെ വന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ അടുത്ത ഡാറ്റ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ന്യൂ എന്നുള്ളതാണ്. ന്യൂ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് വരിക. ദെൻ സീരിയൽ നമ്പറിൻ്റെ പ്ലേസിൽ 21 എന്ന് കൊടുക്കുക. നെയിം നമുക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കുക. ഡിപ്പാർട്ട്മെൻറ്റ് ഞാനിവിടെ ടൈപ്പ് ചെയ്യുകയാണ്. എല്ലാ ഡാറ്റയും ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ കീ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാ 21 മിയ IT ഫീമെയിൽ എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ വന്നിട്ടുണ്ട്. കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഡാറ്റ എൻട്രി ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി Alt കീ വെച്ചിട്ടുള്ള ഒരു മാജിക് കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്കിപ്പോൾ എക്സലിനെ ഫുൾ സ്ക്രീനിൽ കാണുന്നിരിക്കട്ടെ, നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കേണ്ട ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് Alt-VU ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു വ്യൂ ആണ് കിട്ടുക. അതായത് ഒരു ഫുൾ സ്ക്രീൻ വ്യൂ ആണ് കിട്ടുക. ഇതിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എസ്കേപ്പ് കീ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, പഴയ സ്ക്രീനിലേക്ക് വരുന്നതായിരിക്കും. അപ്പം മറക്കണ്ട, ഫുൾ സ്ക്രീൻ കാണാൻ വേണ്ടിയിട്ട് Alt-VU ആണ് നമ്മുടെ ഷോർട്ട് കട്ട് കീ. ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത്, നമുക്കിപ്പോൾ ഇത് 2 ലൈനിലേക്ക് വരണം എന്നിരിക്കട്ടെ. ജോബ് റേറ്റിംഗ് എന്നുള്ളത് വളരെ ചെറിയൊരു കോളമാണ് അല്ലേ? അപ്പോൾ ഇതിനെ ഇങ്ങോട്ടേക്ക് ആക്കിയാലും കണ്ടോ ജോബ് കാണില്ല അല്ലേ? അപ്പോൾ ഇതിനെ 2 ലൈനിലേക്ക് മാറ്റണമെന്നിരിക്കട്ടെ. എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? ഇത് എവിടെ നിന്നാണോ സെപ്പറേഷൻ വേണ്ടത് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം Alt കീയും എൻ്റർ കീയും കൂടി ഒന്നിച്ച് പ്രസ് ചെയ്യുക. കണ്ടോ, ഇപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഇത് ചെറുതാക്കി വയ്ക്കാം. നമ്മുടെ ജോബ് റേറ്റിംഗ് 2 ലൈനിലേക്ക് തന്നെ വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ 2 ലൈനിലേക്കായിട്ട്, അതായത് സിംഗിൾ സെല്ലിനെ 2 ലൈനായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്. എന്താണ്? Alt കീയും എൻ്ററും കൂടി ഒന്നിച്ച് പ്രസ് ചെയ്യാം. ഇനി മറ്റൊരു മാജിക്ക് നമുക്ക് നോക്കാം. അതായത് ഞാനിവിടെ കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം എനിക്ക് വേണ്ട സെൽസൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതായത് എനിക്ക് കുറച്ച് റാൻഡമായിട്ട് സെൽസിലേക്ക് സെയിം വാല്യൂ എൻ്റർ ചെയ്യണം എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് സെൽസൊക്കെ ഇവിടെ സെലക്ട് ചെയ്തിട്ട്, അതായത് കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം എനിക്ക് വേണ്ട സെൽസൊക്കെ സെലക്ട് ചെയ്തു. അതിനുശേഷം എനിക്ക് എല്ലാത്തിലേക്കും 500 എന്നുള്ള വാല്യൂ ആണ് വരേണ്ടതെന്നിരിക്കട്ടെ. നമ്മൾ യൂഷ്വലി ചെയ്യുക, ഒരു വാല്യൂ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റർ കീ പ്രസ് ചെയ്യും അല്ലേ? പക്ഷേ ഇപ്രാവശ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് കൺട്രോൾ എൻ്റർ കീ ആണ്. കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. കണ്ടോ, എല്ലാ സെൽസിലേക്കും 500 വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഒരേ വാല്യൂ സെയിം സെൽസിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത്. അതായത് കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം വേണ്ട സെൽസൊക്കെ സെലക്ട് ചെയ്യുക. അതിനുശേഷം എന്താണോ വാല്യൂ അത് ടൈപ്പ് ചെയ്യുക. ദെൻ കൺട്രോൾ എൻ്റർ ഒന്നിച്ച് പ്രസ് ചെയ്യുക. ഇതാണ് നമ്മുടെ ട്രിക്ക് എന്ന് പറയുന്നത്. ഇനിയിപ്പം മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ സെൽസൊക്കെ ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ G പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ബ്ലാങ്ക്സിൻ്റെ പ്ലേസിൽ വേറെ എന്തെങ്കിലും കൊടുക്കണം എന്നിരിക്കട്ടെ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് സെലക്ട് ചെയ്തത്. ദെൻ സ്പെഷ്യൽ എടുക്കുക. ഓക്കെ, സ്പെഷ്യൽ എടുത്തതിന് ശേഷം ബ്ലാങ്ക്സ് എന്നുള്ളത് മാത്രം സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ബ്ലാങ്ക്സ് മാത്രം സെലക്ട് ആയിട്ടുണ്ട്. ഇതിലേക്ക് NA എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. കൺട്രോൾ കീയും എൻ്ററും കൂടി ഒന്നിച്ച് പ്രസ് ചെയ്യുന്നു. കണ്ട, എല്ലാ സെൽസിലേക്കും NA വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാമല്ലോ. കൺട്രോൾ G ആണ് ഗോ ടു എന്നുള്ള ഷോർട്ട് കട്ട്, അതുകൂടി ഓർമ്മിക്കുക. അടുത്തായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കൺട്രോൾ 0 ആണ്. അതായത് എനിക്കിപ്പോൾ ഈ ഒരു കോളം ഹൈഡ് ചെയ്യണം, അതായത് മന്ത്ലി സാലറി വേണ്ട എന്നാണെങ്കിൽ അത് ഹൈഡ് ചെയ്യാൻ കൺട്രോൾ കീയും 0 കൂടി ഒന്നിച്ച് പ്രസ് ചെയ്യുക. കണ്ടല്ലോ, നമ്മുടെ മന്ത്ലി സാലറി ഇവിടുന്ന് മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡബിൾ ലൈനിൽ പോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടല്ലോ, മന്ത്ലി സാലറി തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ കോളം ഹൈഡ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് കൺട്രോൾ 0 ആണ്. എന്നാൽ റോ ആണ് ഹൈഡ് ചെയ്യേണ്ടതെങ്കിൽ എന്ത് ചെയ്താൽ മതി? കൺട്രോൾ 9 പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അപ്പോൾ ഇത് തിരിച്ചു വരണമെങ്കിൽ വീണ്ടും ഇവിടെ പോയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി.
മനസ്സിലായല്ലോ? അപ്പോൾ മറക്കണ്ട Ctrl 0 ആൻഡ് Ctrl 9. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ പറയാൻ പോകുന്നത് റേഞ്ച് സെലക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്കറിയാം എല്ലാം കൂടി ഒന്നിച്ച് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രസ് ചെയ്യുക കൺട്രോൾ കീയും എയും കൂടി ഒന്നിച്ചാണ്. സെലക്ട് ഓൾ എന്നുള്ള ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് Ctrl A ആണ്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ? എന്നാൽ അങ്ങനെയല്ല, നമുക്കൊരു പെർട്ടിക്കുലർ റോ അല്ലെങ്കിൽ പെർട്ടിക്കുലർ കോളം മാത്രമാണ് വേണ്ടത്. പ്രത്യേകിച്ച് നമ്മളിത് യൂസ് ചെയ്യുക എന്തെങ്കിലും ഫോർമുലാസ് ഒക്കെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു കോളം മാത്രമായിട്ട് സെലക്ട് ചെയ്യേണ്ടി വരാറുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ മൗസ് കൊണ്ട് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യാം? സപ്പോസ് എനിക്കിപ്പോൾ ഇവിടെ എംപ്ലോയി ഐഡിൻ്റെ കോളമാണ് വേണ്ടതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ കോളത്തിലൊന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചതിന് ശേഷം കൺട്രോൾ സ്പേസ് കീ അടിക്കുക. കണ്ടോ, ഈ കോളം കംപ്ലീറ്റ് ആയിട്ടും സെലക്ട് ആയിട്ടുണ്ട്. ഇനി അതല്ല, ഒരു റോ ആണ് എനിക്കിപ്പോൾ വേണ്ടതെങ്കിൽ ഷിഫ്റ്റ് സ്പേസ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു റോ സെലക്ട് ആവുന്നതായിരിക്കും. ഇനി ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ റേഞ്ച് ഓഫ് സെൽസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോവും അതേപോലെ തന്നെ കൺട്രോൾ ഷിഫ്റ്റ് അപ്പ് ആരോവും കൂടി യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത നമ്മുടെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് റോയും കോളവും ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. എനിക്കിപ്പോൾ ഇവിടെ ആയിട്ട് ഒരു റോ ഇൻസേർട്ട് ചെയ്യണമെന്ന് ഇരിക്കട്ടെ. ആ ഒരു റോ സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ ഷിഫ്റ്റ് പ്ലസ് എന്നുള്ളത് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ മൾട്ടിപ്പിൾ റോസ് വേണമെന്നുണ്ടെങ്കിൽ കൺട്രോളും ഷിഫ്റ്റും കൂടി ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം നമ്മൾ എത്ര ടൈംസ് പ്ലസ് കീ പ്രസ് ചെയ്യുന്നോ അത്ര ടൈംസ് നമുക്ക് ഇവിടെ റോസ് ഇൻസേർട്ട് ആവുന്നതായിരിക്കും. കണ്ടില്ലേ? ഇനിയിപ്പോൾ എനിക്ക് കോളമാണ് ഇൻസേർട്ട് ചെയ്യേണ്ടതെങ്കിൽ അതിനും സെയിം ഷോർട്ട് കട്ട് കീ ആണ്. പക്ഷേ പകരം നമ്മൾ കോളം സെലക്ട് ചെയ്യുക, ദെൻ കൺട്രോൾ ഷിഫ്റ്റ് പ്ലസ് പ്ലസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര കോളംസ് വേണോ, എത്ര ടൈംസ് നമ്മൾ പ്ലസ് കീ പ്രസ് ചെയ്യുന്നോ അതിനനുസരിച്ച് കോളംസ് അവിടെ ഇൻസേർട്ട് ആവുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ എക്സലിലെ ഷോർട്ട് കട്ട് കീസ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് മാക്സിമം ഷോർട്ട് കട്ട് കീസ് തന്നെ യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.